ഓർമ്മകളിൽ MT. ഭാരതപ്പുഴയുടെ തീരഗ്രാമമായ പാലക്കാട് കൂടല്ലൂരിൽ 1933 ജൂലൈ 15-നാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ ജനിച്ചത്. മലമക്കാവ് എലിമെന്ററി സ്കൂൾ, കുമാരനല്ലൂർ ഹൈസ്കൂൾ, പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. സ്കൂളിൽ വെച്ചുതന്നെ എഴുത്തു തുടങ്ങി. വിക്ടോറിയയിലെ പഠനകാലത്ത് വായനയും എഴുത്തും ലഹരിയായി. 1954-ൽ നടന്ന ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാമത് എത്തിയതോടെ MT ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. 4 കെട്ടാണ് പുസ്തകരൂപത്തിൽ വന്ന ആദ്യ നോവൽ. ജ്ഞാനപീഠ പുരസ്കാരവും പത്മഭൂഷണും MTക്ക് ലഭിച്ചു. 2-ാം ഊഴം എന്ന കൃതി വയലാർ അവാർഡും മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ അവാർഡും നേടി. 4 കെട്ട്, സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാലമെന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡും ലഭിച്ചു. സാഹിത്യ ലോകത്തെ തലപ്പൊക്കം നിലനിർത്തിക്കൊണ്ടുതന്നെ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായി ദേശീയ രാജ്യാന്തര ശ്രദ്ധ നേടിയ അതുല്യ പ്രതിഭയായിരുന്നു MT. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി, എവിടെ സ്വർഗ കന്യകൾ, എവിടെ സ്വർണ്ണ ചാമരങ്ങൾ. പത്രാധിപൻ എന്ന നിലയിൽ പുതുതലമുറ എഴുത്തുകാർക്ക് പതിറ്റാണ്ടുകളോളം വഴിവിളക്കായിരുന്ന MT 1965-ൽ മുറപ്പെണ്ണ് എന്ന ചെറുകഥ തിരക്കഥയാക്കിയാണ് സിനിമയിലെ തുടക്കം. ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. 50-ലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി. അവയിൽ പലതും ദേശീയ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സത്യം പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് ജീവിക്കണമെന്നുണ്ട്. കാലം ചേർത്തുവച്ച ചരിത്ര നിയോഗം പൂർത്തിയാക്കി MT മടങ്ങിയിരിക്കുന്നു. എഴുത്തിലും ചിന്തയിലും ആ പ്രതിഭാവിലാസം വേണ്ടുവോളം മലയാളത്തിന് സമ്മാനിച്ച് MT ഓർമ്മയാകുമ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ തിരശീല കൂടിയാണ് താഴ്ത്തുന്നത്. പ്രിയപ്പെട്ട MT, നന്ദി. ഇവിടെ ജീവിച്ചതിന്, ഞങ്ങൾക്ക് വേണ്ടി എഴുതിയതിന്. MTയുടെ കഥയുടെ ഗോപുരങ്ങളിൽ വിളക്കണയുന്നില്ല. ഒരിക്കൽ കൂടി നന്ദി. ആ സർഗപ്രപഞ്ചത്തിൽ സ്വർഗം തുറക്കുന്ന വാക്കുകൾ ഞങ്ങൾക്കായി കരുതി വച്ചതിന്.